ഹലോ ഫ്രണ്ട്സ്, PSC എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് ഇവിടെ തുടങ്ങുന്നത്. നമുക്ക് എന്തായാലും ഇന്ന് തൊട്ട് കൃത്യമായിട്ടുള്ള ഒരു ഒരു ചാർട്ട് വെച്ച് തന്നെ നമ്മുടെ ലാസ്റ്റ് ഗ്രേഡിന് LGSന് വേണ്ടിയിട്ട് നല്ലപോലെ ശ്രമിക്കണം. നല്ലപോലെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഈ എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്ത് നമുക്ക് ലിസ്റ്റിൽ വരാൻ പറ്റും. അപ്പോൾ എത്രയും നന്നായിട്ട് കൃത്യമായിട്ട് ക്ലാസ് ഫോളോ ചെയ്ത് എല്ലാവരും നല്ലപോലെ പഠിക്കുക. കുറച്ച് പെൻഡിങ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ക്ലാസ്സിൽ. നമുക്കിപ്പോൾ നമുക്ക് ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാം. ഇന്നു മുതൽ കൃത്യമായ ക്ലാസ് കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിന് കണക്കാക്കിയിട്ടുള്ളത് ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാ ഉദ്യോഗാർത്ഥികളും ഇനി വരുന്ന എക്സാമുകൾക്കെല്ലാം ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ നന്നായിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ക്ലാസ് തുടങ്ങാം. ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ക്ലാസ് പഠിക്കാം. രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ, ഇന്ത്യൻ ചരിത്രത്തിലെ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ. ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 57-ലെ വിപ്ലവം. 1857-ലെ വിപ്ലവം. 1857-ലെ വിപ്ലവത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? 1848-ലെ ദത്തവകാശ നിരോധന നിയമം, 1854-ലെ പോസ്റ്റ് ഓഫീസ് നിയമം, 1856-ലെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, 1856-ൽ തന്നെയുള്ള ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് നിയമം, 1850-ലെ റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഏതൊക്കെയാണ് ഇനിയുണ്ട്, ഏതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് നാലെണ്ണം വെച്ച് നോക്കാം. എന്തൊക്കെയാണ് കാരണങ്ങൾ? ദത്തവകാശ നിരോധന നിയമം ഏത് വർഷത്തിലാണ്? 1848. ദത്തവകാശ നിരോധന നിയമം 1848. പോസ്റ്റ് ഓഫീസ് നിയമം 1854. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം 1856. ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് നിയമം 1856. 1856-ൽ രണ്ടെണ്ണം ഉണ്ട്, ഹിന്ദു വിധവ പുനർവിവാഹ നിയമവും ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് നിയമവും. ദത്തവകാശ നിരോധന നിയമം ഏത് വർഷത്തിലാണ്? 1848. പോസ്റ്റ് ഓഫീസ് നിയമം 1854. ഇനി റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം ഏത് ഇയറിലാണ്? 1850. നാട്ടുരാജ്യങ്ങളെ നേരിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത് മറ്റൊരു കാരണമാണ്. മിഷണറിമാരുടെ നേതൃത്വത്തിൽ നടന്ന മതപരിവർത്തനങ്ങളോട് ബ്രിട്ടീഷുകാർ കാട്ടിയ അനുകൂല മനോഭാവവും ഇതിനൊരു കാരണമാണ്. തദ്ദേശീയ ജനതയുടെ മതജാതീയ ആചാരങ്ങളിലുള്ള ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ, കാർഷിക മേഖലയിലെ അസംതൃപ്തി, ശിപ്പായിമാർക്ക് ലഭിച്ച തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അവഹേളനവും, ദീർഘനേരമുള്ള ജോലി, അവധിയില്ലായ്മ, മോശമായ ഭക്ഷണം, അടിമകളോടെന്ന പോലുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം, കരകൗശല തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം 1857 വിപ്ലവത്തിനുള്ള പ്രധാന കാരണങ്ങളായിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനുള്ള അടിയന്തര കാരണമെന്ന് പറയുന്നത് 1856 മുതൽ സൈനികർക്ക് ഉപയോഗിക്കാൻ എൻഫീൽഡ് P53 എന്ന പുതിയ തരം തോക്കും തിരകളാണ് നൽകിയത്. ഇന്ത്യൻ സൈനികർ പുതിയ തോക്കിനെ എതിർക്കാൻ കാരണം എന്തായിരുന്നു? പുതിയ തരം തോക്കിൽ ഉപയോഗിക്കേണ്ടിയിരുന്ന തിരകളുടെ ആവരണത്തിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ടെന്ന വാർത്ത പ്രചരിച്ചതാണ്. പുതിയ തോക്കും തിരകളും നിർബന്ധപൂർവം സൈന്യത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയ വർഷമാണ് 1857 ജനുവരി. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതി എന്നാണ്? 1857 മെയ് 10-നാണ് അല്ലേ? എവിടെയാണ്? മീററ്റിലാണ്. കലാപം ആരംഭിച്ച സ്ഥലം ഏതാണ്? മീററ്റ് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റേറ്റാണ് എന്തെന്ന് പറയുന്നത്? ഉത്തർപ്രദേശ്, UP അല്ലേ? ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് താമരയും ചപ്പാത്തിയും. ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തിന് നൽകിയ പേരെന്താണ്? ശിപ്പായി ലഹള. ഡെവിൾസ് വിൻഡ്, ചെകുത്താൻ്റെ കാറ്റ് എന്ന് ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. നമ്മുടെ ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് പറയുമ്പോഴത്തേനും നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് ആരുടെ? മംഗൾ പാണ്ഡെ അല്ലേ? മംഗൾ പാണ്ഡെ 1857 വിപ്ലവത്തിൽ എന്തെന്നറിയപ്പെടുന്നു? ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആളാണ് മംഗൾ പാണ്ഡെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ബ്രിട്ടീഷ് സൈനികോദ്യോഗസ്ഥനാരാണ്? അഡ്ജുറ്റന്റ് ലഫ്റ്റനന്റ് ബെംഡെ ഹെൻറി ബോഗ് അല്ലെ? ഹെൻറി ബോഗ് എന്ന് ഓർക്കണേ. അഡ്ജുറ്റന്റ് ഹെൻറി ബോഗ്,
മേജർ ആരാണ്? ജെയിംസ് ഹ്യൂസൺ. അപ്പം ബോഗും ഹ്യൂസണും അല്ലേ, ബോഗും മേജർ ജെയിംസ് ഹ്യൂസണും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? മംഗൾ പാണ്ഡെയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. മംഗൾ പാണ്ഡെ വധിച്ച അഡ്ജുട്ടൻ്റ് പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? നമ്മുടെ ലെഫ്റ്റനൻറ്റ് ഹെൻറി ബോഗാണ്. നമ്മുടെ PSCയുടെ ഉത്തരം ബോഗാണെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ വധിച്ചിട്ടുണ്ടോ? ഇല്ല. മംഗൾ പാണ്ഡെയുടെ വിചാരണയിൽ മൊഴി നൽകിയ അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു? വിരമിച്ചു. മംഗൾ പാണ്ഡെ പിടികൂടാൻ സഹായിച്ചില്ല എന്ന കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട സൈനികൻ. കണ്ടോടെ, മംഗൾ പാണ്ഡെയെ പിടികൂടാൻ സഹായിച്ചില്ല എന്ന കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട സൈനികനായിരുന്നു നമ്മുടെ ജമേദാർ ഈശ്വരി പ്രസാദ്. നമ്മുടെ ജമേദാർ ഈശ്വരി പ്രസാദിനെ തൂക്കിലേറ്റിയത് എന്നാണ്? 1857 ഏപ്രിൽ 21. 1857 ഏപ്രിൽ 21. മംഗൾ പാണ്ഡെയെ കീഴടക്കാൻ സഹായിച്ച ഇന്ത്യൻ സൈനികരാണ് ഷെയ്ഖ് പൽത്തു. നമ്മുടെ വെറൈറ്റി ആയിട്ട് കാണുന്ന പോയിന്റുകൾ, പിന്നെ നമ്മൾ എന്താണ് പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ നിൽക്കാത്ത പോയിന്റുകളെല്ലാം നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ജമേദാർ ഈശ്വരി പ്രസാദിനെ തൂക്കിലേറ്റിയതെന്നാണ്? 1857 ഏപ്രിൽ 21. മംഗൾ പാണ്ഡെയെ കീഴടക്കാൻ സഹായിച്ച ഇന്ത്യൻ സൈനികൻ ആരാണെന്ന് പറഞ്ഞു? ഷെയ്ഖ് പൽത്തു. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷമാണ് 1857 ഏപ്രിൽ 8. മംഗൾ പാണ്ഡെയാണ് തൂക്കിലേറ്റിയതെങ്കിൽ 1857 ഏപ്രിൽ 8 തീയതിയും ഈശ്വരി പ്രസാദ് ആണെങ്കിലോ, ജമേദാർ ഈശ്വരി പ്രസാദ് 57 ഏപ്രിൽ 21 അല്ലേ. അപ്പോൾ മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് ഏതാണ്? മംഗൾ പാണ്ഡെ 34ാം ബംഗാൾ തദ്ദേശീയ കാലാൾപ്പട അല്ലേ, 34th ബംഗാൾ നേറ്റീവ് ഇൻഫാൻട്രി. എവിടെയാണ് അത്? ബാരക്പൂർ ആണ്. അപ്പോൾ മംഗൾ പാണ്ഡെയെ ആദരിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. ആരെ ആദരിച്ചുകൊണ്ടാണ്? മംഗൾ പാണ്ഡെയെ ആദരിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 1984. മറക്കരുതേ, 1984 മംഗൾ പാണ്ഡെയെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. എത്ര പൈസയുടെ സ്റ്റാമ്പാണ്? 50 പൈസയുടെ സ്റ്റാമ്പാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡെയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് മംഗൾ പാണ്ഡെ ദി റൈസിംഗ്. സംവിധാനം ആരാ? കേതൻ മേത്ത. മംഗൾ പാണ്ഡെയെ വേഷമിട്ടത് ആരാണ് അതിനകത്ത്? അമീർ ഖാനാണ്. അപ്പോൾ നമ്മുടെ 1857 വിപ്ലവം, മീററ്റിലെ പൊട്ടിപ്പുറപ്പെട്ട 1857 വിപ്ലവം നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞൊരു വ്യക്തിയാണ് മംഗൾ പാണ്ഡെ. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ബഹദൂർ ഷാ രണ്ടാമൻ. ആരാണ് ബഹദൂർ ഷാ രണ്ടാമൻ? നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ നമ്മുടെ മുഗൾ ഭരണാധികാരിയാണ് ആരുടെ? ബഹദൂർ ഷാ രണ്ടാമൻ. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തിയാണ് നമ്മുടെ ബഹദൂർ ഷാ രണ്ടാമൻ. മീററ്റിൽ നിന്നും പുറപ്പെട്ട വിപ്ലവകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശമാണ് ഡൽഹി. കീഴടക്കിയ വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി എന്ന് വെച്ചാൽ എന്താണ്? ഷഹൻഷായി ഹിന്ദുസ്ഥാനായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയാണ്. അപ്പോൾ ഡൽഹിയിൽ ബഹദൂർ ഷായുടെ കൂടെ കലാപത്തിൽ പങ്കെടുത്ത ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ സുബേദാറായി സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തിയാണ് ബത്ത് ഖാൻ. ആരാണ്? ബത്ത് ഖാൻ. ബ്രിട്ടീഷുകാർ വിപ്ലവകാരികളിൽ നിന്നും തിരിച്ചുപിടിച്ച പ്രദേശം ഏതാണ്? ആദ്യ പ്രദേശം അത് ഡൽഹിയാണ്. ഡൽഹിയിൽ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ആരാ? ജോൺ നിക്കോൾസൺ ആണ്. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നൊരു വിശേഷമുണ്ട് അല്ലേ. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ ജോൺ നിക്കോൾസൺ ആണ്. ബഹദൂർ ഷാ രണ്ടാമൻ്റെ പുത്രന്മാരെയും പൗത്രനെയും വിചാരണ കൂടാതെ വെടിവെച്ച് കൊന്നത് വില്യം ഹോഡ്സൺ ആണ്. അപ്പോൾ രണ്ടാമൻ്റെ പുത്രന്മാരെയും പൗത്രനെയും എന്ത് ചെയ്തു? വിചാരണ കൂടാതെ വെടിവെച്ച് കൊന്നത് വില്യം ഹോഡ്സൺ ആണ്. ബഹദൂർ ഷാ രണ്ടാമനെ ഹുമയൂണിൻ്റെ ശവകുടീരത്തിൽ നിന്നും പിടികൂടാൻ നേതൃത്വം നൽകിയത് വില്യം ഹോഡ്സൺ ആണ്. 1857 സെപ്റ്റംബർ 20 ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടി നാട് കടത്തിയ സ്ഥലം ഏതാ? റംഗൂൺ എവിടെയാണ്? അപ്പോൾ റംഗൂൺ എന്ന് പറഞ്ഞാൽ മ്യാൻമാറാണ് കേട്ടോ. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടി നാട് കടത്തിയ സ്ഥലമാണ് റംഗൂണിൻ്റെ പുതിയ പേരാണ് എന്ത്? യാങ്കോൺ എന്ന് പറയുന്നത്. റംഗൂണിൻ്റെ പുതിയ പേര് യാങ്കോൺ. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമൻ റംഗൂണിൽ വെച്ച് മരണമടഞ്ഞ വർഷം 1862. കണ്ടോടെ, ബഹദൂർ ഷാ രണ്ടാമൻ റംഗൂണിൽ വെച്ച് മരണമടഞ്ഞ വർഷം 1862. 1857 വിപ്ലവത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർ ഷാ സെക്കൻഡിൻ്റെ പേര് പുറപ്പെടുവിക്കപ്പെട്ട വിളംബരമാണ്
അസംഗഡ് വിളംബരം. എന്ത് വിളംബരയുടെ? അസംഗഡ് വിളംബരം 1857 ഓഗസ്റ്റ് 25. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതുവരെ പറഞ്ഞത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ്. 57 വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. തത്വകാശ നിരോധന നിയമം എന്ന 1848, പോസ്റ്റ് ഓഫീസ് നിയമം 1854, ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം 1856, ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം 1856, റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം 1850. പിന്നെ കുറേ കാരണങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ. ആ സമയത്ത് പൊട്ടിപ്പുറപ്പെടാനുള്ള അടിയന്തര കാരണം എന്തായിരുന്നില്ലേ? എൻഫീൽഡ് P53 എന്ന പുതിയ തരം തോക്കും തിരകളും നൽകിയതാണ് അല്ലേ. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതി എന്ന 1857 മെയ് 10. എവിടെയാണ്? മീററ്റ്. എവിടെയാണ്? ഉത്തർപ്രദേശ്. അപ്പോൾ 57 വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് താമരയും ചപ്പാത്തി, ശിപ്പായി ലഹള എന്ന് അറിയപ്പെട്ടു. പിന്നെന്താ? മംഗൾ പാണ്ഡെയെക്കുറിച്ച് പറഞ്ഞു നമ്മൾ. മംഗൾ പാണ്ഡെയാണ് ആദ്യ രക്തസാക്ഷി. പിന്നെന്താണ്? ഹെൻറി ബോഗാണ് അഡ്ജുറ്റൻ്റ് പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനായ ഹെൻറി ബോഗാണ് മംഗൾ പാണ്ഡെ എന്ത് ചെയ്തത്? വധിച്ചത്. ജമേദാർ ഈശ്വരി പ്രസാദിനെ തൂക്കിലേറ്റിയതെന്നാണ് 1857 ഏപ്രിൽ 21. മംഗൾ പാണ്ഡെ ആണെങ്കിൽ 1857 ഏപ്രിൽ 8 അല്ലേ. മംഗൾ പാണ്ഡെ ദി റൈസിംഗ് സംവിധാനം ആരാണ്? കേതൻ മേത്ത. വേഷമിട്ടത് അമീർ ഖാനാണ്. മംഗൾ പാണ്ഡെ ആദരിച്ചുകൊണ്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്? 1984. എത്ര പൈസയുടേതാണ്? 50 പൈസ സ്റ്റാമ്പ്. അടുത്ത് പറഞ്ഞത് ബഹദൂർ ഷാ രണ്ടാമൻ മുഗൾ ഭരണാധികാരിയാണ്. പിന്നെന്താണ്? 57 വിപ്ലവത്തെ മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി അല്ലേ. മീററ്റിൽ നിന്നും പുറപ്പെട്ട വിപ്ലവകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശമാണ് ഡൽഹി എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഡൽഹിയിൽ ബഹദൂർ ഷായുടെ കൂടെ കലാപത്തിൽ പങ്കെടുത്ത ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ സുബേദാറായി സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തിയാണ് നമ്മുടെ ഭക്ത് ഖാൻ. ഡൽഹി വിപ്ലവത്തെ അടിച്ചമർത്തിയതാരാണ്? ജോൺ നിക്കോൾസൺ, കശാപ്പുകാരൻ അല്ലേ. ഡൽഹിയിലെ കശാപ്പുകാരനെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടി നാടുകടത്തിയ സ്ഥലം ഏതാണ്? റെങ്കൂൺ. മ്യാൻമാർ. റെങ്കൂണിൻ്റെ പുതിയ പേര് യാങ്കോൺ. ബഹദൂർ ഷാ രണ്ടാമൻ റങ്കൂണിൽ വെച്ച് മരണമടഞ്ഞ വർഷം ഏതാണ്? 1862 അല്ലേ. 1862. അടുത്ത പോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ഝാൻസി റാണി അല്ലേ. ദത്തവകാശ നിരോധന നിയമം വഴി ഝാൻസി കൈയടക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് ഝാൻസി റാണി ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്തു? യുദ്ധം ചെയ്യാൻ കാരണം. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുത്ത വർഷം എന്ന 1853. ഝാൻസി റാണിയുടെ മറ്റു പേരുകൾ ഓർത്തു നോക്കണേ. ഒന്ന് മനുഭായി, മണികർണിക, ചബേലി, ലക്ഷ്മിഭായ്. ഏതൊക്കെയാണ്? മനുഭായ്, മണികർണിക, ചബേലി, ലക്ഷ്മിഭായ്. ഝാൻസിയുടെ രാജാവായിരുന്ന ഗംഗാധർ റാവുവിൻ്റെ ഭാര്യയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ റാണി ലക്ഷ്മിഭായ്. ഗംഗാധർ റാവുവിൻ്റെ മരണശേഷം അധികാരഭ്രഷ്ടനാക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ദത്തുപുത്രനാണ് ദാമോദർ റാവു. ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി അതായത് സ്വതന്ത്ര ഭരണം നശിപ്പിക്കുകയില്ല എന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരിയാണ് ഝാൻസി റാണി. ഝാൻസി റാണിയുടെ ഏറ്റുമുട്ടിയ സൈനിക ഉദ്യോഗസ്ഥനാരാ? ഹ്യൂഗ് റോസ്. ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. ഝാൻസി റാണിയോട് ഏറ്റുമുട്ടിയ സൈനിക ഉദ്യോഗസ്ഥനാണ് ഹ്യൂഗ് റോസ്. ഝാൻസി റാണിയുടെ കുതിരകൾ ആരൊക്കെയാണ്? ബാദൽ, സാരംഗി, പവൻ. കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിരയാണ് ബാദൽ. കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിര ഏതാണ് ഇതിൽ? ബാദൽ. INAയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെട്ടിരുന്നത് എന്താണിടെ? ഝാൻസി റാണി റെജിമെൻ്റ് അല്ലേ. ഝാൻസി റാണി റെജിമെൻ്റ്. ഇനി നമുക്ക് ഝാൻസി റാണിയുടെ വിശേഷണങ്ങൾ നോക്കാം അല്ലേ. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ചരിത്രാവലോകനം എന്ന പുസ്തകത്തിലാണ് വിശേഷിപ്പിച്ചത്. ആരായിരിക്കും അപ്പോൾ? നമ്മുടെ നെഹ്റു, ജവഹർലാൽ നെഹ്റു. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റുവാണ്. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് വിശേഷിപ്പിച്ച പട്ടാള മേധാവിയാണ് ഹ്യൂഗ് റോസ്. കലാപകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷൻ എന്ന് വിശേഷിപ്പിച്ചതും ആരാണ്? നമ്മുടെ ഹ്യൂഗ് റോസ്. അവൾ ഒരു പുരുഷനെ പോലെ പോരാടി, അവൾ ഝാൻസിയിലെ റാണിയായിരുന്നു എന്ന് പറഞ്ഞത് ആരാണ്? സുഭദ്രകുമാരി ചൗഹാൻ. ഓക്കെ അല്ലേ. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 മെയ് 10 മീററ്റ് ഉത്തർപ്രദേശിലാണ് അത് പൊട്ടിപ്പുറപ്പെട്ടത്. പിന്നെ പ്രധാന എന്തൊക്കെയായിരുന്നു?
ചിഹ്നങ്ങൾ താമരയും ചപ്പാത്തിയും ആയിരുന്നു. ശിപ്പായി ലഹള എന്ന് അറിയപ്പെട്ടു. മംഗൾ പാണ്ഡെയെക്കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞു. മംഗൾ പാണ്ഡെ തൂക്കിലേറ്റിയ വർഷം പറഞ്ഞു, മറന്നു പോകരുത് എന്നാണ്. 1857 ഏപ്രിൽ 8 തീയതിയാണ്, ചോദിച്ചിട്ടുള്ളതാണ്. മംഗൾ പാണ്ഡെ ആദരിച്ചുകൊണ്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയതെന്ന് 1984 50 പൈസ സ്റ്റാമ്പാണ്. മംഗൾ പാണ്ഡെ ദി റൈസിംഗ് സംവിധാനം ആരാ? കേതൻ മേത്ത. അഭിനയം ആരാണ്? അമീർ ഖാനാണ്. ബഹദൂർ ഷാ രണ്ടാമനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമൻ എവിടെയാണ്? വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തിയാണ് അല്ലേ. അപ്പം ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ജോൺ നിക്കോൾസൺ ആണ് എന്ത് ചെയ്ത് ഡൽഹിയിൽ വിപ്ലവത്തെ അടിച്ചമർത്തിയത്. ഓക്കെ. ബഹദൂർ ഷാ രണ്ടാമൻ്റെ പുത്രന്മാരെയും പൗത്രയെയും വിചാരണ കൂടാതെ വെടിവെച്ച് കൊന്നത് വില്യം ഹോഡ്സൺ ആണ്. വില്യം ഹോഡ്സൺ. ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടി നാടുകടത്തിയ സ്ഥലം ഏതാ? റങ്കൂൺ. റങ്കൂണിൻ്റെ പുതിയ പേരെന്താണ്? യാങ്കോൺ. എന്താണ്? യാങ്കോൺ. ബഹദൂർ ഷാ രണ്ടാമൻ റങ്കൂൺ വെച്ച് മരണമടഞ്ഞ വർഷമാണ് 1862. ഝാൻസി റാണി ഓർമ്മിക്കണം. എന്താണ്? ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുത്തതാണ് 1853. പ്രധാനപ്പെട്ട മറ്റ് പേരുകൾ എന്തൊക്കെയാണ്? മനൂഭായി, മണികർണിക, ചബേലി, ലക്ഷ്മിബായ് അല്ലേ. ഝാൻസിയുടെ രാജാവായിരുന്ന ഗംഗാധർ റാവുവിൻ്റെ ഭാര്യയാണ് റാണി ലക്ഷ്മിബായ് എന്ന് പറയുന്നത്. എന്താണ്? ഝാൻസി റാണിയുടെ ഏറ്റുമുട്ടിയ സൈനിക ഉദ്യോഗസ്ഥനാണ് ഹ്യൂഗ്രോസ്. ഝാൻസി റാണിയുടെ കുതിരകൾ ആരൊക്കെയാണ്? ബാദൽ, സാരംഗി, പവൻ അല്ലേ. ബാദൽ, സാരംഗി, പവൻ. കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിരയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ബാദൽ എന്ന് പറയുന്നത്. INAയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഝാൻസി റാണി റെജിമെൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചു. പിന്നെ ആരാണ് വിശേഷിപ്പിച്ചത്? അത് നെഹ്റു ആണ് അല്ലേ. വിശ്വചരിത്രാവലോകനം എന്ന് പറയുന്ന പുസ്തകത്തിൽ. വിപ്ലവരുടെ സമുന്നത ധീര നേതാവെന്ന് വിശേഷിപ്പിച്ചത് ഹ്യൂഗ്രോസ് അല്ലേ. കലാപകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷൻ എന്നറിയപ്പെടുന്നത് ഹ്യൂഗ്രോസ് അല്ലേ. കലാപകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷൻ എന്നറിയപ്പെടുന്നത് ഹ്യൂഗ്രോസ്. അവൾ ഒരു പുരുഷനെ പോലെ പോരാടി. അവൾ ഝാൻസിയിലെ റാണിയായിരുന്നു എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ ഝാൻസി റാണി അല്ലേ. ഝാൻസി റാണി. അപ്പോൾ രാഷ്ട്രീയ മുന്നേറ്റങ്ങളിൽ നമ്മുടെ ഈ 57 വിപ്ലവമാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ്? കമ്പനി ബോർഡ് കോർപ്പറേഷൻ ലാസ്റ്റ് ഡേറ്റ് പരീക്ഷയെ എന്ത് ചെയ്യാം? നമുക്ക് ധൈര്യത്തോടെ നേരിടാം അല്ലേ. നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. എന്ത് ചെയ്യും? മുൻവർഷ ചോദ്യങ്ങളെല്ലാം അടിസ്ഥാനമാക്കി നമുക്ക് നല്ല പോലെ പഠിക്കണം. അടുക്കും ചിട്ടയോടും കൂടി എന്ത് ചെയ്യണം? പഠിക്കാനുള്ളത് പഠിച്ചു തീർക്കണം. അപ്പോൾ ഇന്ന് തുടങ്ങിയ ഈ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം പ്രയോജനപ്പെടുത്തണം കേട്ടോ. പിന്നത്തേക്ക് ഇതൊന്നും മാറ്റി വെക്കരുത്. ഈ ക്ലാസ് നല്ലപോലെ നോക്കുക, നല്ലപോലെ പഠിക്കുക, കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ഇടുന്ന ക്ലാസ്സുകൾ നല്ലപോലെ നോക്കുക. ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വിശ്വാസത്തോടെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചോളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആത്മാർത്ഥമാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ വരാൻ പറ്റും, ജോലി കിട്ടും. ഓക്കെ അല്ലേ. എന്താണെന്ന് പറയുന്നത് നമ്മൾ നത്തിങ് ക്യാൻ സ്റ്റോപ്പ് യു ഫ്രം അച്ചീവിങ് യുവർ ഗോൾ എന്ന് പറഞ്ഞിട്ടില്ലേ, അതേപോലെയാണ്. ഓക്കെ അല്ലേ. എല്ലാവരും നല്ലപോലെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.